ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 108 ആംബുലൻസ് ജീവനക്കാർക്ക് ബോണസ് നൽകുന്നില്ലെന്ന് പരാതി. വേണമെങ്കിൽ കിറ്റ് നൽകാമെന്ന് കമ്പനി നിലപാടെടുത്തതായും കേരള പ്രദേശ് 108 ആംബുലൻസ് മസ്ദൂർ സംഘം പറഞ്ഞു. ജീവനക്കാർക്ക് ബോണസ് ഉടൻ അനുവദിച്ചില്ലെങ്കിൽ BMS പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമെന്ന് കേരള പ്രദേശ് 108 ആംബുലൻസ് മസ്ദൂർ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി താന്നിവിള സതി ജനം ടിവിയോട് പറഞ്ഞു. മലയാളികൾ ഓണാഘോഷ തിരക്കിലേക്ക് കടക്കുമ്പോൾ 108 ആംബുലൻസ് ജീവനക്കാർ ദുരിതത്തിലാണ്. ഓണം ബോണസ് നൽകില്ലെന്ന് കമ്പനി നിലപാട് കടുപ്പിച്ചതോടെയാണ് ജീവനക്കാർ ദുരിതത്തിലായത്. പലതവണ ചർച്ച നടത്തിയെങ്കിലും ബോണസ് നൽകില്ലെന്ന നിലപാടിലാണ് കമ്പനി. ജീവനക്കാരെ ദ്രോഹിക്കുന്ന നിലപാടാണ് കമ്പനി സ്വീകരിക്കുന്നതെന്ന് കേരള പ്രദേശ് 108 ആംബുലൻസ് മസ്ദൂർ സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി താന്നിവിള സതി ജനം ടിവിയോട് പറഞ്ഞു. 1300ഓളം വരുന്ന തൊഴിലാളികൾ 108 ആംബുലൻസുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന തൊഴിലാളികളാണ്. ഈ തൊഴിലാളികൾക്ക് കമ്പനി നാളിതുവരെയായിട്ടും ബോണസ് നൽകിയിട്ടില്ല. ബോണസുമായി ബന്ധപ്പെട്ട് ലേബർ കമ്മീഷൻ ഓഫീസിലും തിരുവനന്തപുരം DLAയിലും കൊല്ലം RJNCയിലും വെച്ച് നിരവധി ചർച്ചകൾ നടന്നുവെങ്കിലും കമ്പനി നിഷേധാത്മക നിലപാടുമായാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കമ്പനി പറയുന്നത് വേണമെങ്കിൽ ഒരു കിറ്റ് കൊടുക്കാം, സന്നദ്ധ സംഘടനകൾ നൽകിയതുപോലുള്ള ഒരു കിറ്റ് വേണമെങ്കിൽ തൊഴിലാളികൾ കൊടുക്കാം, വേണമെങ്കിൽ വാങ്ങിക്കൊണ്ട് പോകണം എന്നുള്ള നിലപാടിലാണ് കമ്പനി. തൊഴിലാളികൾ ബോണസ് വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴും കമ്പനി ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. ജീവൻ പണയം വെച്ച് പണിയെടുക്കുന്ന തൊഴിലാളികൾ, ആംബുലൻസ് ഡ്രൈവർമാരും അതിലുള്ള നേഴ്സുമാരും സ്വജീവൻ പണയം വെച്ചാണ് കേരളത്തിലെ എല്ലാ മേഖലയിൽ വരുന്ന ആക്സിഡന്റുകളായിരുന്നാലും ശരി അതുപോലുള്ള ആ തൊഴിലാളികളെ ഓണവുമായി ബന്ധപ്പെട്ട് അവർക്ക് അച്ഛനും അമ്മയും മക്കളും ഭാര്യയും കൊച്ചുമക്കളും ഉണ്ടായിരിക്കെ അവരെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. GVK എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന കമ്പനിയാണ് ജീവനക്കാർക്ക് ബോണസ് നിശ്ചയിച്ചത്. കമ്പനി ഇതേ നടപടി തുടർന്നാൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമെന്ന് BMS അറിയിച്ചു. 1000-ലധികം വരുന്ന ജീവനക്കാരാണ് സംസ്ഥാനത്ത് 108 ആംബുലൻസിൽ പ്രവർത്തിക്കുന്നത്. രാത്രിയും പകലും ജീവനുമായി നെട്ടോട്ടമോടുന്ന ആംബുലൻസ് ജീവനക്കാരോട് നിഷേധാത്മക സമീപനമാണ് കമ്പനി സ്വീകരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടലുണ്ടാകാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും BMS അറിയിച്ചു. ജനം, തിരുവനന്തപുരം.